ഹായ് ഗൈസ്, ഒരു കേസരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റവയും പഞ്ചസാരയും നെയ്യും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു 3/4 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര. നല്ല മധുരത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാഷ്യൂ നട്ട്സ് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നെയ്യാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം നല്ലപോലെ ചൂടായി കഴിയുമ്പം ഇതിലോട്ട് നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിക്കോട്ടെ. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലോട്ട് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഉണക്കമുന്തിരിങ്ങയും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന റവയും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കി കൊടുക്കാം. നല്ലൊരു ചെറിയ ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ ഇവിടെ ആയി വരുന്നുണ്ട്. കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിനി നമുക്ക് കോരിയെടുക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇവിടെ വേറൊരു പാത്രം വെച്ചിട്ട് ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 4 ഏലക്കയുടെ കുരു എടുത്ത് നന്നായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് ഇടാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് പൊടിഞ്ഞ് പൊക്കോളും. നന്നായിട്ട് മിക്സ് ചെയ്താൽ ചെറിയ കട്ടകളൊക്കെ പൊടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇളക്കി ബാക്കിയുള്ള വെള്ളം കൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഈ ഒരു പരുവമാകുമ്പം നമുക്കിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. പഞ്ചസാര നല്ലപോലെ അലുത്ത് പിന്നെ ലൂസായിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടി ഒന്ന് മുറുകി തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിനി ബാക്കി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ലൂസാവും. അത് പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇച്ചിരി കട്ടിയായി കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. അതുപോലെ നെയ്യ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവാകുമ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് ഇതാക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണോ ആ പരുവത്തിനുള്ള പാത്രത്തിലൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു ബൗളിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മധുരത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റവയും പഞ്ചസാരയും നെയ്യും അത് മാത്രമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് സ്വീറ്റ്സൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേനും ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ.